മൊബൈൽ ഫോട്ടോഗ്രാഫി ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തു. അപ്പോൾ ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റൂൾസ്, അതായത് നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മാത്രമല്ല, ഇപ്പോൾ ഏത് ഫോണോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയിലാണെങ്കിലും നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. ഫോണിന്റെ സ്പെക്ക് ഏതോ ആയിക്കോട്ടെ, അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. നമ്മൾ ഈ റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഫോർഗ്രൗണ്ട് എലമെന്റ്സിനെ നമ്മുടെ ഫോട്ടോസിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിങ്ങനെ ഫോർഗ്രൗണ്ട് എലമെന്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് ആകർഷിക്കാമെന്ന് മാത്രമല്ല, നമ്മുടെ ഇമേജിന് ഒരു സെൻസ് ഓഫ് ഡയമെൻഷൻ നൽകാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ആൾക്കാരുടെ പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ സബ്ജക്റ്റിന്റെ ഇമ്പാക്ട് കൂട്ടാനും വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ഫോക്കസ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരു ബിസി ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്താൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അതിൻ്റെ അകത്ത് വരും. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ, അതായത് കംപ്ലീറ്റ് ഫോക്കസ് നമ്മുടെ ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്ലീൻ മിനിമൽ ലുക്ക് നമ്മുടെ ഇമേജിന് നൽകാനും നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. സോളിഡ് കളേർഡ് വാൾസ്, ക്ലിയർ സ്കൈസ്, ഒരു സിമ്പിൾ ബാക്ക്ഡ്രോപ്പ്, അങ്ങനെയുള്ളവയെല്ലാം നമുക്ക് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഹ്യൂമൻ സബ്ജക്റ്റിന്റെ പോർട്രേറ്റിലേക്കും മാത്രമല്ല, ഫുഡ് ഫോട്ടോഗ്രാഫിയിലും സ്റ്റിൽ ലൈഫ് ഇമേജസിലും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ടെക്നിക്കാണ് ഫ്രെയിം വിത്തിൻ എ ഫ്രെയിം. ഒരു സീനിൽ ചില എലമെന്റ്സ് യൂസ് ചെയ്ത് മെയിൻ സബ്ജക്റ്റിന്റെ ചുറ്റും ഒരു സെക്കൻഡറി ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. വിൻഡോസ്, ഡോർവേസ്, ആർച്ചസ്, ഇതെല്ലാം നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഫോട്ടോയ്ക്ക് കൂടുതൽ ഡെപ്ത് നൽകാനും വ്യൂവേഴ്സിന്റെ ശ്രദ്ധ സബ്ജക്റ്റിലേക്ക് ആകർഷിക്കാനും സാധിക്കും. ഒരു ഇമേജിൽ മെയിൻ സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് വ്യൂവേഴ്സിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോസിഷണൽ എലമെന്റ്സിനെയാണ് ലീഡിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. നാച്ചുറൽ എലമെന്റ് ആയ റിവേഴ്സ്, മാൻമെയ്ഡ് എലമെന്റ്സ് ആയ റോഡ്സ്, ഫെൻസസ് മുതലായവ നമുക്ക് ലീഡിംഗ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ലീഡിംഗ് ലൈൻസ് ഉപയോഗിച്ച് നമ്മുടെ ഇമേജിന്റെ ഒരു സ്പെസിഫിക് പാർട്ടിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഫ്രെയിമിൽ ഓഡ് നമ്പേഴ്സിലുള്ള സബ്ജക്റ്റ് ആണുള്ളതെങ്കിൽ അത് വിഷ്വലി കൂടുതൽ അപ്പീലിംഗ് ആണെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പോസിഷണൽ ടെക്നിക്കാണ് റൂൾ ഓഫ് ഓഡ്സ്. ഓഡ് നമ്പേഴ്സിൽ സബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫ് കൂടുതൽ ഡൈനാമിക്കും എൻഗേജിങ്ങുമായി തീരും. ബാലൻസും ഹാർമണിയും ഇമേജ് കൊണ്ടുവരാൻ ഓഡ് നമ്പേഴ്സ് ഉപയോഗിക്കാം. ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മിറർ പോലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു കമ്പോസിഷണൽ ടെക്നിക്കാണ് സിമെട്രി. ബാലൻസ്ഡ് അറേഞ്ച്മെന്റ് വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഫോക്കൽ പോയിന്റിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമല്ല, ഒരു കാം ആൻഡ് വിഷ്വലി സാറ്റിസ്ഫൈങ് ഫീലും ഇമേജിന് നൽകുന്നതാണ്. പാറ്റേൺസും ഷേപ്സും എളുപ്പത്തിൽ അലൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആർക്കിടെക്ചർ, റിഫ്ലക്ഷൻസ് പോലുള്ള സബ്ജക്റ്റിലാണ് ഈ ടെക്നിക്ക് നല്ലതുപോലെ വർക്കാവുന്നത്. ഒരു ഫോട്ടോഗ്രാഫിൽ മെയിൻ സബ്ജക്റ്റ് ഫേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡയറക്ഷനിൽ എക്സ്ട്രാ സ്പേസ് നൽകുന്ന കമ്പോസിഷണൽ ടെക്നിക്കാണ് റൂൾ ഓഫ് സ്പേസ്. ലീഡിംഗ് സ്പേസ് എന്നാണ് ഈ എക്സ്ട്രാ സ്പേസിനെ വിളിക്കുന്നത്. സെൻസ് ഓഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും വ്യൂവേഴ്സിന് മോഷൻ ഫീൽ ചെയ്യാനും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. പോർട്രേറ്റ്സിലും സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും സ്റ്റോറി ടെല്ലിംഗ് എൻഹാൻസ് ചെയ്യാനും ആന്റിസിപ്പേഷനും ഫോക്കസും കൊണ്ടുവരാനും റൂൾ ഓഫ് സ്പേസ് എഫക്റ്റീവാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുന്നതുകൊണ്ട് അതേ ഡയറക്ഷനിൽ തന്നെ ഇമേജിനെ നോക്കിക്കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള റൂളാണ് ലെഫ്റ്റ് ടു റൈറ്റ് റൂൾ. അതായത് മെയിൻ സബ്ജക്റ്റിനെ ഫ്രെയിമിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത് ഫോട്ടോയ്ക്ക് നാച്ചുറൽ ഫീല് നൽകും. മോഷൻ, ഡയറക്ഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പോസിഷൻസിലാണ് ഈ റൂള് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 8 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഈ റൂൾസ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ റൂൾസ് എല്ലാം മറക്കാതെ ഫോളോ ചെയ്യുക, നല്ല ഫോട്ടോസ് എടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.